ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു അച്ഛനിരുന്ന് പ്രാർത്ഥിക്കുന്നിങ്ങനെ കേട്ടു. ഞാനങ്ങനെ ആ പ്രാർത്ഥന കേട്ടിട്ടില്ല. ആ അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, അവിടുത്തെ ഒരു അച്ഛൻ്റെ പേര് പറഞ്ഞിട്ട് ആ അച്ഛനേക്കാൾ ഇരട്ടി പങ്ക് തരണമേ. ഞാനിങ്ങനെ ചോദിച്ചു, അന്തപ്പെട്ടു പോയി. ഇവിടുത്തെ ഗുരുവിനേക്കാളും ഇരട്ടി പങ്ക് തരണമേ, അത് 100 200 തരണമേ. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അച്ഛനെ സ്വകാര്യമായിട്ട് വിളിച്ചു ചോദിച്ചു, അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥന ഇട്ടു ചോദിച്ചു. അല്ലേലിയ. നിങ്ങളെന്തായിരിക്കും ചിന്തിക്കുന്നത്? അങ്ങനെ പ്രാർത്ഥന ഉണ്ടോ? വലിയൊരു ധ്യാന ഗുരുവാണ്. ആ അച്ഛനേക്കാളും അച്ഛൻ്റെ അസിസ്റ്റൻ്റ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അച്ഛാ കർത്താവേ, ഇന്ന അച്ഛനേക്കാളും ഇരട്ടി പങ്ക് തരണം, അത് 100 പോരാ, 200 വേണം. ഞാൻ അപ്പച്ചനോട് ഇങ്ങനെ ചോദിച്ചു. ഞാൻ ആ വചനം അങ്ങനെ കണ്ടിട്ടുണ്ടായില്ല, വായിച്ചു പോയിട്ടുണ്ടാവും. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 9-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മളവിടെ കാണുന്നുണ്ട്. ഏലീശോയോട് ചോദിച്ചു, നിന്നിൽ നിന്ന് ഞാൻ എടുക്കപ്പെടുന്ന സമയത്ത് ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? കാരണം ഏലിയായുടെ ശിഷ്യനായിട്ടാണ് ഏലീശോ കടന്നു വരുന്നത്. ഏലീശോ കടന്നു വരുമ്പോൾ ഏലിയായുടെ പിന്നാലെ അവൻ നടക്കുമായിരുന്നു. ഏലിയായെ വിടില്ലായിരുന്നു, എവിടെ പോയാലും അവനുണ്ടാകും. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, അതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ അവൻ ഗിൽഗാലിൽ പോകുന്നു. അപ്പോൾ ഏലിയ പിന്നാലെ. അപ്പോൾ ഏലിയ പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരില്ല, ഞാൻ നിൻ്റെ കൂടെ വരും. എന്നെ കൂടെ നിന്ന് പിരിയാതിരുന്നപ്പോൾ ഏലിയായ്ക്ക് മനസ്സിലായി ഇവൻ എന്തോ ഉദ്ദേശത്തിലാണ് പിന്നാലെ നടക്കുന്നത്. അപ്പോൾ ഏലിയ അവനോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാ നീ പറഞ്ഞു? അപ്പോൾ ഏലീശ പറയുന്നൊരു വാക്കുണ്ട്, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ എന്ന്. അല്ലേ, നമ്മുടെ കൂടെയുള്ള നമ്മുടെ ശുശ്രൂഷയിൽ നേതൃത്വം നിൽക്കുന്ന വ്യക്തിയുടെ ഇരട്ടി പങ്ക് ചോദിക്കുന്ന ഒരു തെറ്റുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, മോസസിൻ്റെ കൂടെ മോസസിനെ സഹായിക്കാനുണ്ടായ ഒരു പയ്യനായിരുന്നു ജോഷുവ. മോസസ് ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ജനനേതാവായിരുന്നു. ആ ജനനേതാവ് പക്ഷേ എല്ലാ കാര്യത്തിലും ദൈവം പറയുന്നത് പോലെ അങ്ങ് പോയില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ഈ മോസസിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായ ജോഷുവയെ ദൈവം തിരഞ്ഞെടുക്കുക. മാത്രമല്ല, ഈ ജോഷുവയ്ക്ക് ഇരട്ടി കൃപകളും വരങ്ങളും കൊടുക്കുക. ഏലിയ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ, പുരോഹിതൻ്റെ കാലഘട്ടത്തിൽ ഏലി പുരോഹിതൻ്റെ സന്നദ്ധിയിൽ സഹായിക്കാൻ നിന്ന ഒരു വ്യക്തിയാണ് ആരായിരിക്കും? സാമുവേൽ. ഏലിക്ക് ദൈവത്തിൻ്റെ ദർശനങ്ങൾ അങ്ങനെ അധികം കിട്ടിയില്ല. ആദ്യം കിട്ടിയിട്ടുണ്ട്, പക്ഷേ അവസാന കാലത്തായപ്പോൾ ഏലിയായുടെ മക്കൾ പാപം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലിവസ്തുക്കളിൽ വയ്ക്കുന്ന ഇത് മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്ന സന്ദേശം മാറ്റി കാര്യം കൊടുത്തു സാമുവേലിന് കൊടുത്തു. സാമുവേൽ ബാലനായിരുന്നു. ബാലൻ ഈ ഏലിയായുടെ മുറിയിൽ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവൻ ദേവാലയത്തിൽ പോയി കിടന്നപ്പോൾ ദൈവം അവനെ വിളിച്ചു. ദൈവം അവനെ വിളിച്ചിട്ട് പറയുന്നത്, ഏലിയായുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഏലി പുരോഹിതനല്ല വെളിപ്പെടുത്തുകണമെന്ന്, മറിച്ച് സാമുവേലിനാണ്. 3 തവണ വിളിക്കുന്നുണ്ട്. അപ്പോൾ 2 തവണയോ അങ്ങോട്ട് ഏലിയയുടെ അടുത്ത് നിന്നു. അപ്പോൾ പറഞ്ഞു, 3-ാമത്തെ തവണ വിളിക്കുകയാണെങ്കിൽ കർത്താവേ, എൻ്റെ ദാസനെതാ അരുൾ ചെയ്താലും. ആ അരുൾ ചെയ്താലെന്ന് 3-ാമത്തെ തവണ വിളിച്ചു അങ്ങനെ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഏലിയയുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിതാ. പിന്നീട് നമ്മൾ കാണുന്നത്, ഏലിയായോട് പറയുന്നുണ്ട്, മക്കളെ നിയന്ത്രിച്ചില്ലെങ്കിൽ മക്കൾ ഒന്നായിട്ട് നഷ്ടപ്പെടും. പിന്നീടുണ്ടാകുന്ന കാരണം, ഏലിയായുടെ അഭിഷേകത്താൽ കൂടുതൽ കൃപ സാമുവേലിന് ദൈവം നൽകുകയും ചെയ്യുന്നു. അല്ലേലിയാം. സാമുവേലിന് കൃപ കൂടെ നൽകി അഭിഷേകം ചെയ്യാം. സാവൂള് രാജാവിൻ്റെ കൂടെ നടന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? ദാവീദ്. സാവൂളിനേക്കാളും കൂടുതൽ കൃപകൾ കൊടുത്ത് ദൈവമായ കർത്താവ് ദാവീദിനെ അനുഗ്രഹിക്കുന്നത് കാണാം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മോസസ് പിന്തിരിയാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ എടുക്കപ്പെടാൻ പോകുമ്പോൾ അത് ഏലീശോയെ ദൈവം ഏൽപ്പിക്കുക. നിയമാവർത്തനം 31 പ്രകാരം മോസസ് ഇസ്രായേൽ ജനത്തോട് തുടർന്ന് സംസാരിച്ചു. അവൻ പറഞ്ഞു, എനിക്കിപ്പോൾ 120 വയസ്സായി.
ഈ ജോർദാൻ കടക്കുകയില്ല എന്ന് മോസസിനോട് ദൈവം പറഞ്ഞു. കടക്കില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങൾക്ക് മുമ്പേ പോകും. നമ്മൾ ഓരോ ദേശത്തേക്കും പോകുമ്പോൾ നമുക്ക് മുമ്പേ നമ്മുടെ ദൈവം പോവുക. ഒരു ജോലി കിട്ടിയോ, ഒരു പഠനത്തിനോ, ഒരു പൗരോഹിത്യ ശുശ്രൂഷയോ, ഒരു സന്യാസ ശുശ്രൂഷയോ നമ്മൾ വിദേശത്ത് ചെയ്യുമ്പോൾ നമുക്ക് മുമ്പേ നമ്മുടെ ദൈവം അവിടേക്ക് പോവുകയാണ്. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ജനതകളെ നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്തിട്ട് പോലെ ജോഷുവ നിങ്ങളെ നയിക്കും. കർത്താവ് ജോഷുവയെ തിരഞ്ഞെടുത്തു. കാരണം എന്താ? മോസസിന്റെ കൂടെ നടന്നപ്പോൾ അവൻ മോസസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ട് അവൻ്റെ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് അല്ലെങ്കിൽ കൃപയുടെ ഇരട്ടി പങ്ക് ചോദിച്ചു. അതുകൊണ്ട് എന്താ വെച്ചാൽ 120 വയസ്സായപ്പോൾ മോസസെ ദൈവം തിരഞ്ഞെടുത്തു, പിന്തിരിച്ചു, സ്വർഗത്തിലേക്ക് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ജോഷുവാക്കി അഭിഷേകം ചെയ്തു. എന്നിട്ട് പറയാണ്, സിഗോനെയും ഓഗിനെയും അവരുടെ ദേശങ്ങളെയും നശിപ്പിച്ചതുപോലെ ഇവരെയും നശിപ്പിക്കും. കർത്താവ് അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ അവരോട് പ്രവർത്തിക്കണം. ശക്തനും ധീരനുമായിരിക്കണം, ഭയപ്പെടേണ്ട. അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിധിക്കുകയോ ഇല്ല. അനന്തരം മോശ ജോസുവയെ വിളിച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്ത ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം. കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്. അവിടുന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. അപ്പൊ കർത്താവ് നമ്മുടെ മുമ്പേ പോകും, നമ്മോടൊപ്പം ഉണ്ടാവും, നമ്മുടെ ഉള്ളിലുണ്ടാവും. ഭയപ്പെടുകയോ പരിധിക്കുകയോ ഇല്ല, ഭയപ്പെടുകയോ സംരംഭിക്കുകയോ വേണ്ട. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുമ്പെയാണ് ദൈവം പോകുന്നത്, നമുക്ക് പിൻപേ അല്ല പോകുന്നത്. നമ്മൾ പിൻപിലുണ്ടാവും, മുൻപിലുണ്ടാവും. കാരണം ശത്രു എപ്പോഴും വരുന്നത് പിൻപിൽ നിന്നാണ്. നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനത്തിൽ 13 നമ്മൾ കാണുന്നുണ്ട്, സാവൂൾ അല്ലെങ്കിൽ പൗലോസിൻ്റെ കൂടെ സീലാസ് ഉണ്ടായിരുന്നു. തോമസ് ലീഗയുടെ കൂടെ ആരുണ്ടായിരുന്നു? അദ്ദായി മാറി ഉണ്ടായിരുന്നു. 2 അനുഗ്രഹീതമായ അപ്പസ്തോലന്മാരാണ് അദ്ദായി മാറി. അല്ലേലിയ. പത്രോസും പൗലോസും ഉണ്ടായിരുന്നു. പിന്നീട് പത്രോസും പൗലോസും തിരികെയാണ്. പത്രോസ് യഹൂദന്മാർക്കുടെ ഉള്ളിൽ സുവിശേഷം പ്രസംഗിക്കാനും പൗലോസ് വിജാതിയുടെ അടുത്ത് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് 2 കൂട്ടരായിട്ട് തിരിയുക. പക്ഷേ 2 കൂട്ടരായിട്ട് തിരിയുമ്പോൾ അവരുടെ കൂടെ വീണ്ടും ശിഷ്യന്മാരെ കൊടുക്കുക. അല്ലേലിയ. അങ്ങനെയാണ് സീലാസും പൗലോസും കൂടി വിജാതിയുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് പോവുക. വിജാതിയുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് പ്രത്യേക കൃപകളും പ്രത്യേക വരങ്ങളാണ് കൊടുക്കുന്നത്. അല്ലേലിയ. അതുകൊണ്ട് ജോഷുവയെ ദൈവം തിരഞ്ഞെടുക്കുന്നത്, ജോഷുവ ക്രിസ്തുവിൻ്റെ മുൻ പ്രതിരൂപമായിരുന്നു. അതുകൊണ്ട് നമ്മൾ കാണാം, ജോഷുവ ചെയ്യുന്ന കാര്യം, അവൻ ഭീരുവായിരുന്നു, അവന് ഭയം ഉണ്ടായിരുന്നു, ഉത്കണ്ഠയുണ്ട്, ആകുലതയുണ്ട്. അതുകൊണ്ട് അവനോട് പറയുന്നത്, ജോഷുവയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 7 തൊട്ട് പറയുന്ന നിയമഗ്രന്ഥം നിൻ്റെ നാവിലുണ്ടാകണം, അതിലൊന്നുപോലെ നീ വ്യതിചലിക്കരുത്. അല്ലേലിയാം. ന്യായപ്രമാണ ഗ്രന്ഥം നമ്മുടെ അധരത്തിലുണ്ടായിരിക്കണം. വായിക്കുകയല്ല, വായിച്ച് ഹൃദയത്തിൽ വയ്ക്കുകയല്ല, അധരത്തിലുണ്ടാകണം. എൻ്റെ ദാസനായ മോസസ് നൽകിയിട്ടുള്ള എല്ലാ പ്രമാണങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുക, അവയിൽ നിന്ന് ഇടമലം ചെയ്യരുത്. നിന്റെ ഉദ്യമങ്ങളെല്ലാം നീ വിജയം വരിക്കും. ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ശക്തനും ധീരമായിരിക്കണമെന്നും ഭയപ്പെടുകയോ. ഇനി നമ്മൾ കാണുന്നത്, ഇനി ഒരു വലിയൊരു യുദ്ധം ചെയ്യുന്ന ജോഷുവയെ കാണുന്നത്. മോസസ് ഇതേക്കാളും വലിയ യുദ്ധങ്ങളാണ് ചെയ്യുന്നത്. അല്ലേലിയ. 3 നോക്കിയാൽ ജോർദാൻ കിടക്കുന്നു. 3 അവിടെ നമ്മൾ കാണുന്നത് ഒരു കാര്യമുണ്ട്. 3
5 പറയുന്നത്, ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ശുദ്ധീകരിക്കുക. ഇന്ന് നമ്മൾ ലേഖനത്തിൽ വായിച്ചു കേട്ടു 11-ാമത്തെ അധ്യായത്തിൽ 15, 17 തിരുവചനത്തിൽ പ്രകാരം വേര് ശുദ്ധമാണെങ്കിൽ ശാഖകളും ശുദ്ധം. അപ്പോൾ വേരാണ് ശ്രദ്ധിക്കേണ്ടത്. വേര് മോശപ്പെട്ട് കഴിഞ്ഞാൽ ശാഖകളും ചില്ലകളും അശുദ്ധമായിട്ട്. അതുകൊണ്ട് വേര് ശുദ്ധമാണെങ്കിൽ ശാഖയും ശുദ്ധമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ജോഷുവ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും വിശുദ്ധീകരിക്കുകയാണ്. നമ്മൾ കൂടുതൽ കൃപയും കൂടുതൽ അഭിഷേകമൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടണം. ഹല്ലേലൂയ. കൗൺസിലിംഗ് കഴിഞ്ഞു പോയ ചേട്ടൻ തിരിച്ചു വന്നിട്ടൊരു ചോദ്യം, അമ്മാനപ്പന് മദ്യം മേടിച്ചു കൊടുക്കുന്നത് പാവമാണോ? കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മാനപ്പൻ പറഞ്ഞു, നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ കുപ്പിയോ ഒരു വലിയ കുപ്പിയോ മേടിച്ചിട്ട് വരണം. അപ്പം ഞാനിവിടെ പറഞ്ഞു മദ്യപാനം കയറ്റരുത്, വീട്ടിൽ കയറ്റരുതെന്ന് ഇങ്ങനെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, അച്ഛാ അമ്മായിയപ്പനോ എന്നോട് സ്നേഹം ഉണ്ടാവണമെങ്കിൽ ഇത് കൊണ്ടു ചെല്ലണം, ഇല്ലെങ്കിൽ വീട്ടിൽ കയറ്റും. ഞാൻ ഇവിടെ വീട്ടിൽ പോകണ്ട. അപ്പം അടുത്തത് അമ്മാനപ്പൻ മാത്രമല്ല അമ്മായിയമ്മയുടെ ആങ്ങളെയും പറയും, എന്താ വെച്ചാൽ നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ എനിക്ക് മദ്യം മേടിച്ചു തരണം. മദ്യം മേടിച്ചു കൊടുത്തുള്ളൊരു കൂട്ടുകെട്ട് വന്നാൽ ശക്തിയും ചോർന്നു പോകും, കൃപയും ചോർന്നു, അഭിഷേകം ചോർന്നു. അല്ലേ? ഞാൻ ചേട്ടനോട് പറഞ്ഞു ഒറ്റ സാധനം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ ഈ രണ്ടാളും കുടിച്ച് ഒരു മകളെ കിട്ടിയിട്ട് ആ മനുഷ്യൻ പാതാളത്തിലേക്ക് കർത്താവ് തള്ളിവിടാൻ വഴിയില്ല. ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആരെയും മരുമോന. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേട്ടൻ പറയണം നമുക്കിതൊരു യുദ്ധം ചെയ്യാനുള്ള കാലഘട്ടമാണ്. ആരോടാ? തിന്മയോട്, അന്ധകാര ശക്തിയോട്. ക്രിസ്ത്യാനി യുദ്ധം ചെയ്ത് വിജയിക്കണം. ഒരു കോംപ്രമൈസും ഇല്ല. പാപത്തോട് ഒരു കോംപ്രമൈസ് ചെയ്ത് പിന്നെ വിജാതി. ഇതിന് തുടർന്ന് വരുന്ന ഇതിൽ പറയാം 5:7-13 ഇതേപോലെ അവരോട് പറയാണ്. 7:13 ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 7 ആകാൻ്റെ പാപം കടന്നു വരുന്നുണ്ട്. അല്ലേ? ജെറീക്കോ കോട്ട വലുതായിരുന്നു. ഈ ജെറീക്കോ കോട്ടയ്ക്ക് കടന്നു പോകണമെങ്കിൽ ഈ ജെറീക്കോ കോട്ടയുടെ ഉള്ളിലൂടെ കടന്നു പോകണം. ജെറീക്കോ കോട്ടയുടെ ഉള്ളിലേക്ക് കടന്നു പോകാനായിട്ട് അവർ കയറ്റി വിടില്ല. അതുകൊണ്ടാണ് ജെറീക്കോ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ജെറീക്കോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ 7 പുരോഹിതന്മാരോട് വാഗ്ദാന പേടകം എടുത്തിട്ട് 7 പ്രാവശ്യം വലം വെച്ചിട്ട് വാഗ്ദാന പേടം കയറ്റാൻ പറഞ്ഞു. വാഗ്ദാന പേടത്തിൽ എന്തൊക്കെയുണ്ട്? അഹറോൻ്റെ തളിർത്തവടി. ആദ്യത്തേത് കൽപ്പനയാണ്, രണ്ടാമത്തേത് മന്നായാണ്, മൂന്നാമത്തേത് അഹറോൻ്റെ തളിർത്തവടി. അത് പൗരോഹിത്യമാണ്. മന്ന ഈശോ മിശിഹായുടെ തിരുരക്തത്തെ സൂചിപ്പിക്കുന്നതാണ്. ദൈവ പ്രമാണങ്ങൾ, ദൈവ കൽപ്പനകളുമാണ്, ജീവനാണ്. അതുകൊണ്ട് നമ്മളിവിടെ കാണുന്നത് പിന്നെ ജെറീക്കോ കോട്ടയിലേക്ക് കിടന്നു. അതിൽ 5:33 അങ്ങോട്ട് അതിലിപ്പോൾ പറയുന്നുണ്ട്, ദൈവം അവനെ സഹായിക്കാൻ വേണ്ടി 13 പറയാണ്, നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക, നാളത്തേക്ക് തങ്ങളെ തന്നെ അവരോട് പറയുക, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലെ നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അത് നമ്മുടെ രോഗം കുറയുന്നില്ലെങ്കിൽ, കടബാധ്യത മാറുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭിന്നത കലഹം മാറുന്നില്ലെങ്കിൽ നമ്മൾ ശുദ്ധീകരിച്ച് നോക്കണം എന്താണ് നമ്മുടെ കുടുംബത്തിൽ അശുദ്ധമായിട്ട് കയറിയതെന്ന്. അതിനെ ഇറക്കാതെ ഒരാൾ വിജയിക്കില്ല. 5:13 പറയാണ്, ജോഷുവയെ സഹായിക്കാൻ വേണ്ടി കർത്താവ് മിഖായേൽ ദൂതനെ വാളുമായിട്ട് വിടുക. ആ വാളുമായിട്ട് വന്നു കഴിയുമ്പോൾ അവൻ ചെയ്യുന്ന അവൻ പറഞ്ഞു, കൈകളിൽ ഊരിയ വാളുമായി അതാ ഒരു മനുഷ്യൻ. യോശുവ അവന്റെ അടുത്ത് ചെന്നു, നീ ഞങ്ങളുടെ പക്ഷത്തോ ശത്രുപക്ഷത്തോ. അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പ് കർത്താവ് ദൂതന്മാരയക്കും. ഏതൊരു ദേശത്തേക്കാണ്. ഹല്ലേലൂയ. അതെ. അങ്ങനെ അപ്പോൾ അവൻ ചോദിക്കുന്ന ചോദ്യം, നീ ഞങ്ങളുടെ പക്ഷത്താണോ ശത്രുപക്ഷത്താണോ? അവൻ പറഞ്ഞു, അല്ല, ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ്. ജോഷുവയുടെ ഉള്ള കൃപ എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ദൂതന്മാരെ കണ്ട, ദൈവിക കാര്യം കണ്ട അപ്പം സാഷ്ടാംഗം പ്രണമിച്ച് ദൈവത്തെ ആരാധിക്കും. അല്ലേ? കാരണം എന്താ? ദൈവിക ശക്തിയാലാണ് അവൻ നയിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ കർത്താവ് അയക്കുമ്പോൾ നമുക്ക് മുമ്പേ ദൈവത്തിൻ്റെ ദൂതന്മാരെ ദൈവം അയക്കാം. അതുകൊണ്ട് നമ്മൾ ഏതൊരു ദേശത്തു നിന്നാലും
ആ ദേശത്തിൻ്റെ ദുരാചാരങ്ങൾ പിന്തുടരരുത്. ഇവിടെ നമ്മൾ കാണുന്നത് 6-ാമത്തെ അധ്യായത്തിൽ ജെറിക്കോ കോട്ട തകർക്കുക. 5-ാമത്തെ വാക്യം, 7 പ്രാവശ്യം നടക്കുക ചുറ്റും, അവൻ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിന്റെ മതിൽ നിലം പതിക്കും. നിങ്ങൾ നേരെ ഇരച്ചു കയറണം. എന്തുകൊണ്ട്? വാഗ്ദാന പേടകം കൊണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരം വാഗ്ദാന പേടകമാണ്. നമ്മൾ ജപമാലയിൽ പറയുന്നുണ്ട്, വാഗ്ദാന പേടകമേ. പരിശുദ്ധ അമ്മയുടെ ശരീരത്തിലാണ് എന്തൊക്കെയുണ്ടായത്? ദൈവപ്രമാണങ്ങൾ, മന്ന, അഹറോൻ്റെ വലുത്ത്, അത് പൗരോഹിത്യം, 3 കൂടിയതാണ് യേശു ക്രിസ്തു. പിന്നെ നമ്മൾ 7ലേക്ക് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ എന്താ ആകാൻ്റെ പാപം കാണും. ആകാൻ്റെ പാപം എന്താണെന്ന് വെച്ചാൽ ആകാൻ എന്ത് ചെയ്തു? ആകാൻ നിശ്ചിത വസ്തുക്കൾ ശേഖരിച്ചു. 10 നമുക്ക് പറയും. 10ൻ്റെ ഇതിലെ കർത്താവ് ജോഷുവോട് അരുളി ചെയ്തു, എഴുന്നേൽക്കുക, നീ എന്തിന്? ഇവൻ സാഷ്ടാംഗം വേണം. കാരണം എന്താ? ഇവൻ ആദ്യത്തെ വീഴ്ച എന്ന് എഴുന്നേറ്റു. ആദ്യത്തെ മികാൽ മാലകെ കണ്ടപ്പോൾ വീണു, സാഷ്ടാംഗം പ്രണമിച്ചു, വീഴുകയല്ല. എന്നിട്ട് എന്താ? ജെറിക്കോ കോട്ട തകർത്തു. ജെറിക്കോ കോട്ട തകർത്തപ്പോൾ എന്തായി? അവിടെ നിന്ന് ആകാൻ കുറേ സാധനങ്ങളൊക്കെ എടുത്തു. ആ സാധനങ്ങൾ എടുത്തപ്പോൾ എന്തായി? പിന്നത്തെ ഉള്ള യുദ്ധത്തിൽ തോറ്റപ്പോൾ മനസ്സിലായി. 7:13 പറയാണ്, ഒറ്റ ദിവസം കൊണ്ട് ഈ ദേശത്തിൻ്റെ പാപം ഞാൻ മോചിപ്പിക്കും. അതുകൊണ്ട് കർത്താവ് ഈ ജോഷുവോട് പറഞ്ഞു, നിങ്ങളിൽ ആരോ ഒരാൾ പാപം ചെയ്തു. കർത്താവിനറിയാം ആരാ ചെയ്തതെന്ന്, പക്ഷെ ജോഷുക്ക് അറിയില്ലായിരുന്നു. അതെന്താണ്? നിശ്ചിത വസ്തുക്കൾ. 11 പറയാ, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, എൻ്റെ കൽപ്പന അവർ ലംഘിച്ചു. നിശ്ചിത വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി. എന്താണെന്ന് അടുത്തത് പറയാണ്, നിങ്ങൾ എടുത്ത നിശ്ചിത വസ്തുക്കൾ നശിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കില്ല. അല്ലേ? നിശ്ചിത വസ്തുക്കൾ നശിപ്പിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടാകില്ല. 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആയി പട്ടണം. അപ്പോൾ എന്താ? യുദ്ധം ചെയ്ത് പോവുക. കാരണം എന്താ? ജോഷുവയ്ക്ക് അറിയാം, ജോഷുവയുടെ കൃപ ഒരിക്കലും നശിച്ചിട്ടില്ല, തൊട്ടില്ല. അതുകൊണ്ട് കുടുംബത്തിലെ മാതാപിതാക്കന്മാരുടെ കൃപ അഭിഷേകം നഷ്ടപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ കുടുംബത്തിലേക്ക് ഒരിക്കലും ഒരു അനർത്ഥ ശക്തികൾക്ക്, തിന്മയുടെ ശക്തികൾക്ക് ഒരിക്കലും കയറാൻ പറ്റില്ല. അല്ലേ? അതുകൊണ്ട് ആയി പട്ടണം കീഴ്പ്പെടുക. എന്നിട്ട് പറയാണ് 9ലേക്ക് പോകുമ്പോൾ, ഗബിയോണിൽ അല്ലേ 9 അതിലും ദൈവം അവനെ രക്ഷിക്കുക. 10-ാമത്തിലേക്ക് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ 10-ാമത്തെ അമോല്യരുമായിട്ടുള്ള യുദ്ധമാണ്. അമൂല്യരുമായിട്ട് യുദ്ധം എന്ന് പറഞ്ഞാൽ അത് ഒറ്റ പകലുകൊണ്ട് യുദ്ധം നടക്കണം. യുദ്ധം നടന്നാൽ മാത്രമേ ഇസ്രായേൽ ജനത്തിന് കടന്നു പോകാൻ പറ്റുകയുള്ളൂ. അല്ലേ ലിയ? അതുകൊണ്ടെന്താ വെച്ചാൽ അമോന്യരുമായിട്ട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു 9 സമുദായങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ദൈവത്തിൽ മറ്റ് മതസ്ഥരുണ്ട്, പക്ഷേ ദൈവത്തെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലേ? ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുകയാണ്. അല്ലേ? ഈ ജോഷുവ ചെന്ന് യുദ്ധം ചെയ്യുമ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നത്? ജോഷുവയുടെ യുദ്ധം വിജയിക്കുന്നതിന് വേണ്ടി സൂര്യനെ മാറ്റിയില്ല. ചന്ദ്രനോട് പറഞ്ഞു ഐലോൺ താഴ്വരയിൽ നിൽക്കാൻ പറഞ്ഞു. അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നത് വരെ സൂര്യൻ നിശ്ചലമായി നിന്നു. ചന്ദ്രൻ അനങ്ങിയതുമില്ല. യാശോറിന്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കാണുന്നത് ഈ ജോഷുവയുടെ അതിൻ്റെ അവസാനം ഒരു ഇത് പറയുന്നുണ്ട്, എന്താ ഒരു ശക്തിയെക്കുറിച്ച് പറയുന്നത്. 25 ജോഷുവ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുകയോ ചഞ്ചല ചിത്തരാവുകയോ വേണ്ട, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുവാൻ. നിങ്ങൾ നേരിടുന്ന എല്ലാ ശത്രുക്കളോടും ഇപ്രകാരം തന്നെ കർത്താവ് നമ്മളല്ല യുദ്ധം ചെയ്യുന്നത്, നമ്മൾ വിശുദ്ധിയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. വിശുദ്ധിയിലായിരിക്കുക, അല്ലേ? പരിശുദ്ധിയിലായിരിക്കുക. അതുകൊണ്ടാണ് പൗലോസ് എപ്പോഴും പറയുന്നത്, കൃപയ്ക്ക് മേൽ കൃപ, അഭിഷേകത്തിൻ്റെ മേൽ അഭിഷേകം വേണം. അല്ലേ? അതിൻ്റെ 21 വായിക്കാം. അതിൽ പ്രകാരം പറയാണ്, നിങ്ങൾ ഇസ്രായേൽക്കാർ സുരക്ഷിതരായി മക്കോത്തയിലെ പാളയത്തിൽ ജോഷുവയുടെ സമീപത്തെ അവർക്കെതിരെ ആരും നാവനക്കിയില്ല. അപ്പോൾ ജോഷുവ കൽപ്പിച്ചു, 19 വായിക്കി, നിങ്ങൾ അവിടെ നിൽക്കരുത്, ശത്രുക്കളെ പിന്തുടർന്ന് ആക്രമിക്കുക, പട്ടണങ്ങളിൽ പ്രവേശിക്കാൻ അവരെ അനുവദിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതുവരെ ജോഷുവയും ഇസ്രായേൽ ജനവും
സംഹാരം തുടർന്നു. ആ. ഏതാനും അപ്പോൾ ദൈവം നമ്മളല്ല യുദ്ധം ചെയ്യുന്നത്. നമുക്ക് മുൻപേ പോകുന്ന മാലാകമാരും നമുക്ക് മുമ്പേ പോകുന്ന ദൈവത്തെ നമുക്ക് മുമ്പേ അല്ല. പഴയ കാലത്തിൽ ഞാൻ നിനക്ക് മുമ്പേ ഉണ്ട്, നിനക്ക് പിറകിലുണ്ട്, നിൻ്റെ മുകളിലുണ്ട്, നിൻ്റെ ഉള്ളിലുണ്ട്, താഴെയുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ദൈവം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിൻ്റെ ശരീരത്തിൽ വാഗ്ദാന പേടകമുണ്ട്. നമ്മുടെ ശരീരത്തിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. അല്ലേലിയ. അതുകൊണ്ടാണ് ഇൻസ്യൂണിറ്റ് ജസ്റ്റിസ് എന്ന പുസ്തകത്തിൽ പറയുന്നത് ശരീരം എന്ന് പറഞ്ഞാൽ സെനക്കളാണ്, പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒരിക്കലും നിർവീര്യമാക്കരുത്, പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യരുത്. അല്ലേലിയ. അതുകൊണ്ട് ജോഷുവ പോലെ നമ്മളാകണം. ജോഷു എന്ത് ചെയ്തു? ജോഷുവ മോസസിൻ്റെ കൂടെ കൂടിയിട്ട് അവൻ്റെ അഭിഷേകം കണ്ടറിഞ്ഞു. ആ അഭിഷേകം കണ്ടറിഞ്ഞ് അതിൻ്റെ ഇരട്ടി അധികാരത്തോടു കൂടി അവനെന്ത് ചെയ്തു? ശക്തി പ്രാപിച്ചു. അല്ലേലിയ.